പുതുപ്പള്ളിയിലെ കാരോട്ട് വള്ളക്കാലിൽ വീട്ടിൽ എല്ലാ ഞായറാഴ്ചയും പതിവ് പോലെ പുതുപ്പള്ളി പള്ളിയിലെ കുർബാനയിൽ പങ്കെടുക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടി എത്തിച്ചേരുമായിരുന്നു. അപ്പോൾ രാവിലെ മുതൽ തന്നെ ആ വീട്ടിലേക്ക് ഇങ്ങനെ ആളുകളുടെ ജനപ്രളയമായിരുന്നു. പതിവ് ഞായറാഴ്ച പോലെ ഇപ്പോൾ കാരോട്ട് വള്ളക്കാലിൽ വീട്ടിൽ ആളുകൾ എത്താതായിട്ട് ഒരു വർഷം കഴിയുകയാണ്. ജനങ്ങളെ കേട്ട ജനനായകന്റെ ഒഴിഞ്ഞ കസേര ഇപ്പോഴും ആ ജനലിന്റെ അരികിലുണ്ട്. പുതുപ്പള്ളിയെ കേട്ട ഒരു മനുഷ്യന്റെ 5 പതിറ്റാണ്ട് കാലത്തെ കഥ പറയാനുണ്ട് ആ മുറിക്ക്. ഒരു വർഷത്തെ ശൂന്യതയുടെ കഥയും. പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാർ, താങ്കളില്ലാതെ കടന്നുപോയൊരു വർഷം ഞങ്ങൾക്കത് നീണ്ട ശൂന്യതയുടെ കാലമാണ്. ഒരു വിളിക്കപ്പുറം നിങ്ങളില്ലെന്ന തിരിച്ചറിവിലേക്ക് എത്താൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. കാരോട്ടുവള്ളക്കാലിൽ വീട്ടിലിപ്പോൾ പതിവ് പോലെ ആൾക്കൂട്ടമില്ല. ഉമ്മൻചാണ്ടി ഇല്ലാത്തിടത്തെന്നും ആൾക്കൂട്ടമാണല്ലോ തനിച്ചാകുന്നത്. ഏതു നേരത്തും തുറക്കുന്ന ജനൽ ഇന്നും തുറന്നിട്ടുണ്ട്. പക്ഷെ അപ്പുറത്ത് കേൾക്കാൻ ഒരാളില്ലാതായിട്ട് വർഷമൊന്നു കഴിഞ്ഞു. മൂവർണ്ണക്കതർ ഷാള് മൂടി ഒഴിഞ്ഞു കിടക്കുന്നൊരു കസേര കാണാം. എല്ലാ വാരാന്ത്യത്തിലും ഈ ജനലിനപ്പുറം വന്നുപോയത് ആയിരങ്ങളാണ്. പറയുന്ന പരാതിയും ആവശ്യങ്ങളുമെല്ലാം ശ്രദ്ധയോടെ കേൾക്കാൻ ഉമ്മൻചാണ്ടിയില്ലാത്ത ഒരു വർഷം. കുഞ്ഞുകുറുപ്പടിയിൽ എഴുതി വെച്ച ശുപാർശ കത്തുകളില്ലാത്ത ഒരു വർഷം. ഇല്ലാത്തതുകൊണ്ട് ആ സമയത്ത് ആരും വരുന്നില്ല. ശനിയാഴ്ച വൈകിട്ടും ഞായറാഴ്ച രാവിലെയാണല്ലോ ഒത്തിരി ആൾ കൂടുന്നത്. അതില്ലാത്തതുകൊണ്ട് അങ്ങനെ ആൾ വരുന്നില്ല. പിന്നെ പള്ളിയുടെ കവറിങ്ങിലൊക്കെ പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് ഒത്തിരി ആൾക്കാർ അവിടെ കയറാറുണ്ട്. ഇപ്പോഴും ഇടയ്ക്കൊക്കെ ചിലർ വന്നു പോകും. ഓർമ്മകളിങ്ങനെ സന്ദർശക ഡയറിയിൽ വരികളായി കുറിക്കും. കാരോട്ടുവള്ളക്കാലിൽ വീട്ടിലെത്തുമ്പോൾ ശൂന്യത പിന്നെയും തളം കെട്ടും. മുറ്റത്തെ മാവിപ്പോഴും വീട്ടിലെത്തുന്നവർക്ക് തണലേകുന്നുണ്ട്. അനേകായിരം മനുഷ്യർക്ക് കുഞ്ഞുഞ്ഞു നൽകിയ സ്നേഹത്തിന്റെ തണുപ്പ് പോലെ. പുതുപ്പള്ളിയിൽ നിന്നും രഞ്ജിത്തിനൊപ്പം റിപ്പോർട്ടർ സുനിഷ യെല്ലൂർ, ഇൻ റിപ്പോർട്ടർ.